ഭയങ്കര രസമായിരുന്നു സെറ്റിൽ. നമ്മളെല്ലാവരും കൂടി ഇരുന്ന് കളിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. നമ്മുടെ ഇതിൽ ബേസിൽ പറഞ്ഞിട്ടുള്ള ആക്ടർ ചെയ്യുന്നുണ്ട്. ബേസിൽ ഒരു ഇമ്പോർട്ടൻറ്റ് റോള് ചെയ്യുന്നുണ്ട്. അപ്പോൾ ബേസിൽ ബാംഗ്ലൂർ സെറ്റിൽഡാണ്. അപ്പോൾ ബേസിൽ വന്നിട്ട് ഒരു കളി നമ്മളെല്ലാവരെയും പഠിപ്പിച്ചു, മാഫിയ എന്ന് പറഞ്ഞിട്ട്. ഫുൾ ടൈം നമ്മൾ ഒരുപാട് നേരം വെയിറ്റ് ചെയ്യേണ്ടി വരുമല്ലോ അടുത്ത ഷോട്ടിന്. ഫുൾ ടൈം കളിയായിരുന്നു. മാഫിയ കളിക്കുക, ഡംഷറാസ് കളിക്കുക, മാങ്ങ പൊട്ടിച്ച് തിന്നുക, അങ്ങനെ ശരിക്കും നല്ലൊരു എൻജോയ്മെൻറ്റ് തന്നെയായിരുന്നു തിലോത്തമ്മയുടെ ലൊക്കേഷനിലുണ്ടായിരുന്നത്. പിന്നെ ഒബ്വിയസ്ലി കൂടെ ചെയ്ത ചേച്ചിമാർ, സോന ചേച്ചി, അതുപോലെ സജിത ചേച്ചി, പിന്നെ ഉമ, ചന്ദന, വിജീച്ച ചേച്ചി, പിന്നെ ലീല മാം, അങ്ങനെ ഒരുപാട് പേര് ഉണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് സീനിയർ ആയിട്ടുള്ള ആൾക്കാരുടെ കൂടെ എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റി. അതുപോലെ എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ എനിക്ക് അഭിനയിക്കാൻ പറ്റി. അതുപോലെ സുരഭി ഇതിലൊരു ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ടീം തന്നെ അങ്ങനെയായിരുന്നു. എന്താ പറയുക, തീപ്പൊരി പോലെ ഇങ്ങനെ വിരുവിരുവിരു നിൽക്കുന്ന ടീമായിരുന്നു. അതിൻ്റെ ഒരു എൻജോയ്മെൻ്റ് ഉണ്ടായിരുന്നു. അത് മൂവി കാണുമ്പോഴും അത് മനസ്സിലാവും. ഞാൻ ഇങ്ങനെ ഒരു മൂവിയിൽ വരുന്നു, ഇപ്പം ഞാൻ ഇവിടെ ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുന്നോ എൻ്റെ ജന്മത്തിൽ പോലും ഞാൻ വിചാരിച്ചിട്ടില്ല. ചെറുപ്പത്തിൽ പോലും സിനിമ ഇഷ്ടമാണ്, ഓക്കെ, ഞാൻ ഡാൻസ് ഒരുപാട് ചെയ്യാറുണ്ട്. ആദ്യം സിനിമ ചെയ്തു, തീർത്ഥാടനം ചെയ്തു. അതിൽ ഡാൻസ് കൊറിയോഗ്രാഫി അസിസ്റ്റ് ചെയ്യാൻ പോയ ആളാണ്. അപ്പോൾ ഒരു കുട്ടിയുടെ കുറവ് വന്നപ്പോൾ, MT വാസുദേവൻ സാറിൻ്റെ മൂവിയാണ്. അപ്പോൾ ഒരു കുട്ടിയുടെ കുറവ് വന്നപ്പോൾ കണ്ണൻ അങ്കിൾ ചോദിച്ചു, ഡയറക്ടർ കണ്ണൻ അങ്കിൾ ചോദിച്ചു, എന്നാൽ പിന്നെ നിനക്ക് ചെയ്തുകൂടെ എന്ന് ചോദിച്ചു. അങ്ങനെ എന്തായാലും ഞാൻ പാവാടയും പിടിച്ച സ്റ്റെപ്പ് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, അപ്പോൾ അവരുടെ കൂടെ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചെയ്ത മൂവിയാണ് തീർത്ഥാടനം, ജയറാമേട്ടൻ്റെ കൂടെ അന്ന്. അപ്പോൾ അതിനുശേഷം പിന്നെ സിനിമ അങ്ങനെ ഒരു ഭയങ്കര ഒരു വലിയ സ്വപ്നമായിരുന്നില്ല എനിക്ക്. പക്ഷെ എൻ്റെ അച്ഛന് ഭയങ്കര ഇഷ്ടമായിരുന്നു ഞാൻ സിനിമ ചെയ്യണം, ഞാൻ അഭിനയിക്കണം, അതൊക്കെ അച്ഛന് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഏട്ടന് അത്ര വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ അതിലേക്ക് അങ്ങനെ ഫുൾ കോൺസെൻട്രേറ്റ് ഉണ്ടായിരുന്നില്ല. ഞാൻ പഠിപ്പ് ആയിട്ട് പിന്നെ മുന്നോട്ട് പോയി. ഒപ്പം ഡാൻസ് ക്ലാസ്സസ്, ഡാൻസ് പ്രോഗ്രാംസ് ഒക്കെ ആയിട്ട് അങ്ങനെ പോയി. പിന്നെ അതിനുശേഷം ജോലിയൊക്കെ കിട്ടി. റേഡിയോ ഫീൽഡിൽ വർക്ക് ചെയ്തു. റേഡിയോ ഫീൽഡിൽ വർക്ക് ചെയ്തതിന് ശേഷം BEd ചെയ്ത് ടീച്ചറായിട്ട് വർക്ക് ചെയ്യുമ്പോഴാണ് ഞാൻ മറിമായത്തിൽ അഭിനയിക്കാൻ വരുന്നത്. ആ മറിമായത്തിൽ അഭിനയിക്കാൻ വരുന്നതും ഞാൻ റേഡിയോ ഫീൽഡിൽ വർക്ക് ചെയ്ത് എൻ്റെ ഒപ്പം വർക്ക് ചെയ്ത് ജയരാജേട്ടൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഏട്ടനാണ് അതിൻ്റെ സ്ക്രിപ്റ്റ്, മറിമായത്തിൻ്റെ സ്ക്രിപ്റ്റ് ആദ്യ കാലത്ത് ചെയ്തിരുന്നത്. അപ്പോൾ ആൾ ഒരു ദിവസം എന്നെ ഇങ്ങനെ വിളിക്കുകയാണ്, രചന ഇങ്ങനെ ഒരു ഷോ വരുന്നുണ്ട്, അപ്പോൾ അതിൽ ചെയ്യാൻ പറ്റുമോ, കോമഡിയാണ്, കുറച്ച് സെറ്റയറാണ്. അയ്യോ ഞാനില്ല, എനിക്ക് പറ്റില്ല, കോമഡി എനിക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല, അത് വേറെ ആരെങ്കിലും നോക്കാമായിരിക്കും നല്ല. അപ്പോൾ ആളെനിക്കൊരു കോൺഫിഡൻസ് തന്നു, ഒന്നും നോക്കണ്ട, ജസ്റ്റ് ചെയ്യൂ, 2 എപ്പിസോഡ് ചെയ്ത് നോക്കൂ, എന്നിട്ട് ഓക്കെ ആണെങ്കിൽ പിന്നെ കണ്ടിന്യൂ ചെയ്താൽ മതി, അല്ലെങ്കിൽ പിന്നെ ഇട്ടിട്ട് പോരാം, കുഴപ്പമില്ല, വേണ്ടാന്ന് വെച്ചോളൂ പറഞ്ഞു. അങ്ങനെ പോയതാണ് ഞാൻ അഭിനയിക്കാൻ. പിന്നെ ഇപ്പം ഇവിടം വരെ എത്തി നിൽക്കണം, ദൈവാനുഗ്രഹം, അത്രയേ ഉള്ളൂ. മറിമായം ചെയ്തതുകൊണ്ടാണ് എല്ലാവരും എന്നെ അറിഞ്ഞത്. ഇപ്പോൾ വരുമ്പോൾ കൂടി കാറിൽ വരുമ്പോൾ ഒരു സ്കൂൾ ബസ് സൈഡിൽ കൂടെ ഇങ്ങനെ പോകണ്ടായിരുന്നു. അപ്പോൾ കുറേ കുട്ടികൾ, ഞാൻ എപ്പോഴും സ്കൂൾ ബസ് നോക്കും, ഞാൻ സ്കൂൾ മിസ് ചെയ്യണോണ്ട് നോക്കുമ്പോൾ അതിൻ്റെ ഉള്ളിലിരുന്ന ഒരു കുട്ടി വേറൊരു കുട്ടീനെ തോണ്ടിയിട്ട് പറയും, ദേ മറിമായത്തിലെ ചേച്ചിയിരിക്കണോ, അങ്ങനെയാണ് പറയണേ. ഞാൻ എത്രയൊക്കെ മൂവീസ് ചെയ്താലും ആ ഒരു ടാഗ് അല്ലെങ്കിൽ മറിമായം എനിക്ക് തന്ന ഒരു സപ്പോർട്ട് അത് ഇന്നും ഉണ്ട്. അത് എനിക്ക് തോന്നുന്നു ദൈവം സഹായിച്ചു. ഇപ്പം എത്ര വർഷമായി ഞാൻ ചെയ്യാതായിട്ട്, കുറച്ച് നാളായി മറിമായം, ഇപ്പം ഞാനത് ചെയ്യാതായിട്ട് കുറച്ച് നാളായി. അപ്പോൾ അതില്ലാതെ പോലും ആൾക്കാർ ഇപ്പോഴും അത് സൂക്ഷിക്കുന്നുണ്ടെന്ന് അറിയുമ്പോൾ ഒരു സന്തോഷം. പിന്നെ മറിമായത്തിലൂടെ തന്നെയാണ് ഞാൻ ഫസ്റ്റ് മൂവി ചെയ്യുന്നത്. ആദ്യം ചെയ്തത് 101 ചോദ്യങ്ങൾ എന്ന് പറഞ്ഞ സിനിമയാണ്. സിദ്ധു എൻ്റെ ഫ്രണ്ടാണ്. അപ്പോൾ സിദ്ധുവിൻ്റെ 101 ചോദ്യങ്ങളിൽ പറഞ്ഞപ്പോൾ സിദ്ധു എൻ്റെ അടുത്ത് പറഞ്ഞു, നീ വെറുതെ വന്ന് അഭിനയിച്ചാൽ മതി. ഞാൻ പറഞ്ഞു, സിദ്ധു വേണ്ട, ഞാൻ ഈ മറിമായും സ്കൂളും ഒക്കെ, അപ്പോഴും ഞാൻ സ്കൂളിൽ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു, ഒക്കെ ആയിട്ട് ഇങ്ങനെ പോയിക്കോളാം. സിദ്ധു, അല്ല നീ ഒന്ന് ചുമ്മാ ട്രൈ ചെയ്ത് നോക്ക് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വന്നു. പിന്നെ അതിന് മുമ്പ് സിദ്ധുവിൻ്റെ പടം ഷൂട്ട് ചെയ്യണതിന് തൊട്ട് മുമ്പാണ് ICU പറഞ്ഞിട്ടൊരു ഷോർട്ട് ഫിലിം, സത്യൻ അന്തിക്കാട് സാറിൻ്റെ മകൻ അനൂപ് സത്യൻ, അഖിൽ സത്യൻ, അവർ ട്വിൻ ബ്രദേഴ്സാണ്. അപ്പോൾ അതിൽ അനൂപ് ഷോർട്ട് ഫിലിം ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വന്നു വീട്ടിലേക്ക്. അപ്പോൾ പറഞ്ഞത്, അച്ഛൻ സജസ്റ്റ് ചെയ്തിട്ടാണ് ഞങ്ങൾ വരണേ,
അപ്പോൾ അതിനു മുമ്പേ ഞാൻ സാറിനെ കണ്ടിട്ടുണ്ടായിരുന്നു ടൗണിൽ തൃശ്ശൂരിൽ വെച്ചിട്ട്. അപ്പോൾ സാറ് തന്ന കുറേ കോംപ്ലിമെൻറ്റ്സ് നമുക്ക് മനസ്സിലുണ്ട്. പിന്നെ സാറ് പറഞ്ഞിട്ട് നമ്മളെ അവർ മക്കൾ വന്ന് വിളിക്കുക എന്നൊക്കെ പറയുമ്പോൾ ഒബ്വിയസ്ലി ഞാൻ വിചാരിച്ചു ഓക്കെ എന്നാൽ ഷോർട്ട് ഫിലിം അല്ലേ, സിനിമയായിട്ടില്ല, അത് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ സിദ്ധുവിൻ്റെ പടത്തിൽ എനിക്ക് ആ പടത്തിലും ഞാൻ കാര്യമായിട്ടൊന്നും എനിക്ക് ഒരു വലിയ സ്ട്രോങ് റോൾ അങ്ങനെയൊന്നും ആയിരുന്നില്ല. നിശാന്തേട്ടൻ്റെ വൈഫായിട്ടാണ് ഞാൻ ചെയ്തത്. സിന്ധു എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ. ഒരു 2-3 സീൻസേ ഉണ്ടായിരുന്നുള്ളൂ അതിൽ. അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ അതിൽ അങ്ങനെ ആരും അങ്ങനെ നോക്കൊന്നുമില്ല, എന്നാൽ അത് ചെയ്തു പോവാം. പിന്നെയാണ് ആമേൻ്റെ കഥ പറയാൻ വേണ്ടിയിട്ട് ലിജോ ചേട്ടൻ ആളെ വിടുന്നത്. പിന്നെ അപ്പോഴും ഞാൻ ഇല്ല വേണ്ട ശരിയാവില്ല, എനിക്ക് സിനിമ ശരിയാവില്ല. ആമേൻ്റെ കഥ കേട്ടപ്പോൾ നല്ല റോള്, സ്ട്രോങ് റോൾ, നല്ല ഇമ്പോർട്ടൻസ് ഉണ്ട്. ക്ലൈമാക്സിലേക്ക് ലീഡ് ചെയ്യുന്നത് ആ ക്യാരക്ടർ ആരാന്ന് പറയുന്ന ക്യാരക്ടറാണ്. എന്നിട്ടും ഞാൻ മടിച്ചു. ഞാൻ പറഞ്ഞു ഇല്ല എനിക്ക് പൈസ കൂടുതൽ വേണം എന്നാലേ ഞാൻ വന്ന് അഭിനയിക്കുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ ലിജോ ചേട്ടൻ്റെ ഒരു ഹാർഡ് കോർ ഫാനാണ്. അപ്പോൾ ആളുടെ ഒരു മെസ്സേജ് വരികയാണ്, നല്ലൊരു പ്രൊജക്റ്റിൻ്റെ ഭാഗമാവാൻ റെമ്യൂണറേഷൻ ഒരു കാര്യമാക്കി എടുക്കരുത്, ലിജോ ജോസ് പല്ലിശ്ശേരി എന്ന് പറഞ്ഞിട്ട്. അതിൽ ഞാൻ വീണുപോയി സത്യം പറയാച്ചാൽ. അങ്ങനെയാണ് ആമേൻ ചെയ്യണത്. ആമേൻ എല്ലാവർക്കും അറിയുന്ന പോലെ വളരെ നല്ലൊരു മൂവി ആയിരുന്നു. അത് ഇപ്പം ഞാൻ ചെയ്തില്ലായിരുന്നെങ്കിൽ എൻ്റെ നഷ്ടമായി പോയേനെ ശരിക്കും. എൻ്റെ ഈ കരിയറിൽ ഇപ്പോൾ ഒരു നഷ്ടമായ. അതിലെ ഡയലോഗ് ഇപ്പോഴും എവിടെ പോകുമ്പോഴും ആൾക്കാർ ഇപ്പോഴും പറയും, പോകോഴി എന്ന് പറയുന്ന ഡയലോഗ് എല്ലാവരും ഇപ്പോഴും പറയും. അപ്പോൾ അതൊക്കെ ഒരു ഓർത്ത് വെക്കാൻ പറ്റുന്ന ചില സിറ്റുവേഷൻസ് ആണ് കരിയറിൽ വന്നതിന് ശേഷം. പിന്നെ അതിന് ശേഷമാണ് ഞാൻ ലക്കി സ്റ്റാർ ചെയ്യുന്നത്. അതാണ് ലക്കി സ്റ്റാറാണ് പക്ഷെ നായികയായിട്ട് വന്ന ആദ്യത്തെ മൂവി.